ഹലോ ഗൈസ്, ഞാൻ ആദ്യമായിട്ട് എയർപോർട്ടിൽ ലോഞ്ച് ചെയ്യുന്ന ഫുഡ് കഴിച്ചതിൻ്റെ കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രയോറിറ്റി പാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്ത് അനി പറഞ്ഞ രീതിയിൽ 1000 രൂപ കൊടുത്ത് ബുക്ക് ചെയ്തു. അങ്ങനെ ബുക്ക് ചെയ്ത് ക്യൂ ഒക്കെ നിന്ന് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ വിശാലമായിട്ടുള്ള ഒരു ഫുഡ് കൗണ്ടറാണ് നമ്മൾ കണ്ടത്. കയറി ചെന്നപ്പോൾ തന്നെ നമ്മുടെ വ്ളോഗേഴ്സായിട്ടുള്ള ജിബിനാസ് കഫേ, സ്ട്രീറ്റ് ഫുഡ് ഹക്കീമിക്ക, അനസ്ബായ് ഇവർ മൂന്നുകൂടി ഇരുന്ന് അവിടെ നല്ല ആഹാരം കഴിപ്പിലാണ്. അവരെ ശല്യപ്പെടുത്താതെ നമ്മൾ നേരെ എന്തെല്ലാം സാധനങ്ങൾ കഴിക്കാനുണ്ടെന്ന് നോക്കാൻ പോയി. സാലഡുകളുടെ ഒരു നിര തന്നെ അവിടെ ഉണ്ട്. പലതരത്തിലുള്ള സാലഡ്സും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നും നമ്മൾ ആദ്യം വലിയ മൈൻഡ് ചെയ്തില്ല. പിന്നെ ബ്രെഡിൻ്റെ ഒരു കൗണ്ടർ കണ്ടു. അതോടൊപ്പം തന്നെ മറ്റ് പല പല ഐറ്റംസ് കണ്ടെങ്കിൽ നമ്മൾ മെയിൻ കോഴ്സ് എന്താണെന്ന് അറിയാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ സൈഡിൽ കൂടെ സ്വീറ്റ്സിൻ്റെയും ഡെസേർട്സിൻ്റെ ഒക്കെ കൗണ്ടറുകൾ നമ്മൾ കടന്ന് മുന്നോട്ട് പോയി. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സൂപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായത്. അങ്ങനെ സൂപ്പുണ്ട്, 2 തരത്തിലുള്ള സൂപ്പും അതിനോടൊപ്പം തന്നെ നമ്മുടെ മെയിൻ കോഴ്സിൽ റൈസ്, അതോടൊപ്പം തന്നെ ഫ്രൈഡ് റൈസ്, ബിരിയാണി, ചിക്കൻ കറി, ഫിഷ് കറി, അതോടൊപ്പം തന്നെ നമുക്ക് വെജിറ്റബിൾ കറികൾ, ഇതെല്ലാം തന്നെ വായിക്കൂടെ സത്യം പറഞ്ഞാൽ വെള്ളം വരുന്നു, അത്രയ്ക്ക് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇതേണ്ട കറിയൊക്കെ ഇങ്ങനെ ആൾക്കാർ എടുത്തെടുത്ത് തീരാറാകുന്നതനുസരിച്ച് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാത്രം എന്തായാലും തീർന്നിട്ടുണ്ട്, ഉടനെ തന്നെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. അതും കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് എടുത്ത് കഴിക്കാം. അങ്ങനെ നമ്മൾ സൂപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സൂപ്പ് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ വിശപ്പ് കൂടുമല്ലോ, കാരണം രാത്രി സമയം 12-12:30 സമയമായി. നമ്മുടെ ഫ്ലൈറ്റ് ഒരു 1:30 കഴിഞ്ഞിട്ടാണ്. നോക്കിയത് നമ്മൾ ഈ പ്ലേറ്റിനകത്ത് ഇത്രയും ഫുഡുകളാണ് എടുത്തത്. അത് ചിക്കൻ കറിയുണ്ട്, ഫിഷ് കറിയുണ്ട്, റൊട്ടിയുണ്ട്, സാധാ റൈസുണ്ട്, അതിൻ്റെ കൂടെ വെജിറ്റബിൾസും ഉണ്ട്. ഇതെടുത്ത് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. നല്ല വിശപ്പുണ്ട്, കാര്യം സമയം ഒത്തിരി ലേറ്റായെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നല്ല സൂപ്പർ ചിക്കൻ കറിയും ഫിഷ് കറിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ മലബാർ ഫിഷ് കറി എന്ന് പറയുന്ന കറിയാണ്. നിമിഷ നേരം കൊണ്ട് നമ്മുടെ പ്ലേറ്റ് ഇത് ഇങ്ങനെയായി. അതിനുശേഷം നമ്മൾ അടുത്ത രണ്ടാമത് ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ബിരിയാണി സൂപ്പറാണെന്ന് പറഞ്ഞു കേട്ടു. ബിരിയാണിയും അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ചിക്കൻ കറിയും കൂടെ നമ്മളെടുത്തു. നല്ല സൂപ്പർ ബിരിയാണിയാണ്. ഫ്ലൈറ്റിൻ്റെ ടൈം ഏകദേശമായി, അപ്പം തന്നെ കഴിപ്പ് നിർത്തി പോയി.